പറയുന്നില്ലേ, എത്രയെത്ര മക്കളുടെ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ കാരണത്താൽ രക്ഷിതാക്കൾ അപമാനിതരായി പോകുന്നു, അവരാകെ പ്രയാസപ്പെടുന്നു, അവർ പൊട്ടിക്കരയുന്നു, അവരുടെ മനസ്സ് പിടയുന്നു, അവരുടെ മനസ്സ് വേദനിക്കുന്നു. ആ വേദനയുടെ ഫലമായി കൊണ്ട് ഈ മാതാപിതാക്കളോട് അനീതി ചെയ്തിട്ടുള്ള, ദ്രോഹം ചെയ്തിട്ടുള്ള ഈ മക്കൾക്കെതിരെ ഈ ഉപ്പയും ഉമ്മയും മനസ്സ് പൊട്ടിയെങ്ങാനും റബ്ബിലേക്ക് കരമുയർത്തിയിട്ട് ചോദിച്ചാൽ, പ്രിയപ്പെട്ട മക്കളെ ഓർത്തു വെച്ചോളണം ഗൗരവത്തോടെ, ദഅവത്തുൽ വാലിദി അലാ വലദിഹി, മാതാപിതാക്കൾ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന റബ്ബ് തട്ടിക്കളയൂല. മാതാപിതാക്കളുടെ മനസ്സ് ശരിക്കും നൊന്ത് മനസ്സ് തട്ടി തന്നെ അവർ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയുടെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും. അതുകൊണ്ട് മാതാപിതാക്കൾ നമുക്കെതിരെ പ്രാർത്ഥിക്കാവുന്ന ഒരു സംഗതി നമ്മുടെ മനസ്സിൽ നിന്ന് വരാതിരിക്കട്ടെ. പ്രവൃത്തിപദത്തിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുതേ. എന്നാൽ സഹോദരങ്ങളെ, ചിലത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയും റബ്ബ് ഒരിക്കലും അനീതി കാണിക്കൂല. ചില രക്ഷിതാക്കളതാ അന്യായമായി അനീതിയോടുകൂടി മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുന്ന രക്ഷിതാക്കളുണ്ട്. അതും വേണം നമ്മൾ മനസ്സിലാക്കുക. ഒരു കാരണവും കൂടാതെ തൻ്റെതായ അഭിമാനത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട്, പടച്ച റബ്ബിന് നിരക്കാത്തതാണെങ്കിലും തൻ്റെ അഭിമാനമാണ് വലുതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വാക്കിൻ്റെ പിന്നാലെ തൻ്റെ മകനോ മകളോ അതിനനുസരിച്ചില്ല എന്ന ഒരു ദേഷ്യവും മനസ്സിൽ വെച്ചുകൊണ്ട് ആ മക്കളോട് വെറുപ്പ് കാണിച്ച് നടന്ന് അവരെ ശപിക്കുന്ന, അവർക്കെതിരെ അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന റബ്ബ് ഉത്തരം കൊടുക്കുമോ? കൊടുക്കൂല. അത് വാപ്പയെ പ്രാർത്ഥിച്ചത് അമ്മയെ പ്രാർത്ഥിച്ചത് എന്നുള്ളതുകൊണ്ടൊന്നും മക്കൾ പേടിക്കേണ്ടതില്ല. എത്രയെത്ര മക്കളുണ്ടെന്ന് ലോകത്തങ്ങനെ സങ്കടത്തോടുകൂടി സങ്കടം അവർ പങ്കുവെക്കാറുണ്ട്. ഉപ്പാക്കും ഉമ്മാക്കും എല്ലാം ചെയ്തു കൊടുക്കും. ഉപ്പയും ഉമ്മയും പറയുന്നത് പോലെയൊക്കെ അവരുടെ ഇഷ്ടത്തിന് ഞാൻ നിന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും എൻ്റെ ബാപ്പക്കും എൻ്റെ ഉമ്മക്കും എന്നോട് വെറുപ്പ, പരമപുച്ഛമാണ്. എൻ്റെ മറ്റു ജ്യേഷ്ഠാനുജന്മാരോടുള്ളതിനേക്കാൾ എന്നോട് വെറുപ്പാണ്. എന്താ കാരണം? ഞാൻ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതേ ചെയ്യൂ. ഞാൻ തറവാടിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്ക് ഞാൻ കൂട്ടുനിൽക്കൂല. സ്ത്രീധനം വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അനുസരിച്ചില്ല. മാമൂലുകൾ നടപ്പിലാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അനുസരിച്ചില്ല. അള്ളാഹുവിന് വെറുപ്പുള്ള രൂപത്തിലുള്ള ശിർക്കൻ പ്രവർത്തനം വീട്ടിൽ നടക്കുമ്പോൾ ഞാനതിനെ അനുകൂലിച്ചില്ല. റബ്ബിന് കോപമുള്ള ഒരുപാട് വിഷയം കുടുംബത്തിൽ നടന്നപ്പോൾ ഞാനതിൽ പങ്കെടുത്തില്ല. അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് മറ്റു മക്കളൊക്കെ അതിനൊക്കെ അനുകൂലമാണ്. ഞാൻ അള്ളാന്റെ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുവാൻ താല്പര്യപ്പെടുന്നു എന്ന ഒരൊറ്റ കാരണത്താൽ, എന്നോടുള്ള ആദർശ വിരോധത്താൽ എൻ്റെ ബാപ്പയും ഉമ്മയും ഒക്കെ എനിക്കെതിരെ പലപ്പോഴും ശാപത്തിൻ്റെ വാക്കുകൾ പറയുന്നു, എനിക്കെതിരെ പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണം എന്ന് വേദനിക്കുന്ന എത്രയോ മക്കളുണ്ട്. ഭയപ്പെടേണ്ടതില്ല മക്കളെ ആ വിഷയത്തിൽ. അതൊന്നും അല്ലാഹു തആല സ്വീകരിക്കൂല. ളുൽമ് ചെയ്തിട്ട് മക്കളോട് ളുൽമ് ചെയ്യുന്ന രക്ഷിതാക്കൾ ഉണ്ടല്ലോ. മക്കളോട് ളുൽമ് ചെയ്യുന്ന രക്ഷിതാക്കൾ, അവരോട് ഈ നിലക്കുള്ള ളുൽമുകൾ ചെയ്തിട്ട് പിന്നെ എൻ്റെ വാപ്പയെ പറയണത് ഉമ്മയെ പറയണത് ഞാൻ പ്രാർത്ഥിച്ചാൽ പിന്നെ നിന്റെ ആര് അപകടത്തിലാകും എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ രംഗത്തൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട്. ചരിത്രം നമുക്ക് പാഠമാണ്. മഹാനായ ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാം ദീനിനെ പരിചയപ്പെടുത്തിയപ്പോൾ ശിർക്കൻ പാതയിൽ നിന്ന് രാജിവെച്ചിട്ട് ഇസ്ലാമിലേക്ക് ചേർന്നു. അപ്പോൾ ആ സഹാബിയുടെ ഉമ്മ നിരാഹാരം കിടന്നു. മുഹമ്മദിന്റെ പുത്തൻ മതത്തിൽ നിന്ന് നീ രാജിവെച്ചൊഴിയുന്നത് വരെ ഈ ഉമ്മ ഒരു മുറുക്ക് വെള്ളം കുടിക്കുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിരാഹാരം കിടന്നിട്ട് ഉമ്മ പറഞ്ഞു, മോനെ, ഞാനിങ്ങനെ ഒന്നും കഴിക്കാതെ നിരാഹാരം കിടന്നിട്ട് ഞാനങ്ങ് മരിച്ചുപോയാൽ നാളെ പിറ്റേന്ന് ആളുകൾ മുഴുവനും നിന്നെ നോക്കിയിട്ട് പറയും, തള്ളയെ കൊന്നവനാണ്, ഉമ്മയെ കൊന്നവനാണെന്ന് നിന്നെ നോക്കി ആളുകൾ പറയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട്, അതുകൊണ്ട് മുഹമ്മദിന്റെ പുത്തൻ മതത്തിൽ നിന്ന് നീ രാജിവെച്ചൊഴിയണമെന്ന് പറഞ്ഞപ്പോ ആ മോൻ പറഞ്ഞത് എന്താണെന്നറിയോ? വിശുദ്ധ ഖുർആനിന്റെ വചനം ഇറങ്ങിയ ആ അവസരത്തിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, അവനിൽ പങ്കുചേർക്കുന്ന കാര്യത്തിൽ മാതാപിതാക്കൾ നിന്നോട് എത്ര നിർബന്ധിച്ചാലും അനുസരിച്ചു പോകരുത്. മഹാനായ സഹാബി പോയിട്ട് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ശരീരമല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് ഇതുപോലെ ഒരു 100 ശരീരമുണ്ട് എന്ന് സങ്കല്പിക്കും ഉമ്മ. എന്നിട്ട് ആ 100 ഉമ്മയും കൂടെ, ആ 100 ശരീരവും കൂടെ വെള്ളവും ഭക്ഷണവും കഴിക്കാതെ ഒരു ഭാഗത്ത് കിടന്നിട്ടങ്ങ് നശിക്കുകയാണെങ്കിലും ഈ മോന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്
ആദർശത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന പ്രശ്നമേ ഇല്ല. അതുകൊണ്ട് ഉമ്മാക്ക് വേണമെങ്കിൽ തിന്നോ, വേണമെങ്കിൽ കുടിച്ചോ. ഉമ്മ നിരാഹാരമൊക്കെ അവസാനിപ്പിക്കേണ്ടി വന്നു. ഇങ്ങനെയൊക്കെയുള്ള പല ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ഒന്നുണ്ട്. മക്കൾ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്തു എന്നതിൻ്റെ പേരിൽ അവരോട് വെറുപ്പും വൈരാഗ്യവും വെച്ച് പുലർത്തുന്നവർ, അവർക്ക് സ്വത്ത് തടഞ്ഞു വെക്കുന്നവർ, അവരോട് അനീതി കാണിക്കുന്നവർ, അത്തരത്തിലുള്ള ആളുകളെ അള്ളാഹു വെറുതെ വിടൂല. അവരാണ് പ്രാർത്ഥിച്ചു വെച്ചിട്ട് മക്കൾക്കൊന്നും സംഭവിക്കൊന്നുമില്ല. അതേ അവസരത്തിൽ മാതാപിതാക്കളോട് നമ്മൾ ചെയ്യേണ്ടുന്ന കടമകളിൽ വീഴ്ച വരുത്തുകയും അവരെ ദ്രോഹിക്കുകയും അവരുടെ മനസ്സിനെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന നിലക്ക് തെമ്മാടികളായിട്ട് ജീവിക്കുകയും ചെയ്തിട്ട് അവരെങ്ങാനും മനസ്സ് പൊട്ടിയൊന്ന് ദുആ ചെയ്താൽ അതിനെ പേടിച്ചോളണം മക്കളെ. അതിൻ്റെ പ്രത്യാഘാതം അതീവ ഗുരുതരമായിരിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ.